വിക്ടോറിയ കേസ് ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടേക്കാണ്. വിക്ടോറിയ കേസ് എന്ന് പറയുന്നത് ഷെഫീൽഡ് സിറ്റി സെൻട്രൽ തന്നെയുള്ള ഒരു ലാർജസ്റ്റ് കനാൽ ബേസിനാണ്, വിച്ച് ഇസ് അറ്റ് ദ ടെർമിനൽ ഓഫ് ദ ഷെഫീൽഡ് ടിൻസ്ലെ കനാൽ. ഈ ഷെഫീൽഡ് ടിൻസ്ലെ കനാൽ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തത് ഏകദേശം 1819 ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗൂഡ്സ്. പിന്നീട് 1830s ഒക്കെ ആയപ്പോഴേക്കും ഷെഫീൽഡ് റെയിൽവേ വന്നു കഴിഞ്ഞപ്പോൾ ദ ബിസിനസ് അറൗണ്ട് ദിസ് കനാൽ വാസ് ഹിറ്റ് വെരി മച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ കോൾ സ്റ്റോറേജ് അതിനൊക്കെ യൂസ് ചെയ്തിരുന്നു. പിന്നീട് ഏകദേശം ഒരു 1970s ആയപ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ചെയ്തു. ആൻഡ് ദിസ് പ്ലേസ് വാസ് നെഗ്ലക്റ്റഡ് ഫോർ അബൌട്ട് 20 years. പിന്നീട് 1990s ഇത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിനെ ഒരു എന്താ പറയുക യൂസ്ഫുൾ സ്പേസ് ആക്കി മാറ്റിയത്. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് സ്പേസസ്, പിന്നെ ഹോട്ടൽസ്, കഫേസ് ഒക്കെയാണുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന ബോട്ട്സ് എന്ന് പറയുന്നത് ഈ ബോട്ട്സ് എല്ലാം ഹൗസ് ബോട്ട്സ് ആണ്. ഈ ഹൗസ് ബോട്ട്സ് ഇപ്പം നമുക്ക് അപ്പാർട്ട്മെൻറ്റൊക്കെ റെൻറ്റിനെടുക്കുന്ന പോലെ ഈ ഹൗസ് ബോട്ട്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൗസ് ബോട്ട്സിൽ താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അത് ബുക്ക് ചെയ്യാവുന്നതാണ്. നോർമൽ റൂം ബുക്കിങ്സിനേക്കാളും എക്സ്പെൻസീവ് ആണ് ഈ ഹൗസ് ബോട്ട് ബുക്കിങ്സ് എന്ന് പറയുന്നത്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 140 pounds ഒക്കെയാണ് ഫോർ എ ഡേ ആൻഡ് എ നൈറ്റ് ഇതിൽ കാണുന്നത്. അതിൽ കുറഞ്ഞിട്ടും ഉണ്ടാവാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഇനി ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കനാലിൻ്റെ സൈഡിൽ കൂടി തന്നെ വാക്ക് വേയ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ലോങ് വാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടു എക്സ്പ്ലോർ ബിയോണ്ട് ദിസ് കനാൽ ബേസിൻ ഈ കനാലിൻ്റെ സൈഡിൽ കൂടി ഒരു ലോങ് വാക്ക് പോകാവുന്നതാണ്. സൈക്കിൾ റൈഡ് വേണമെങ്കിൽ അങ്ങനെ പോകാവുന്നതാണ്. അപ്പം ഒരു 50 minutes ഒക്കെ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഡോ ഹോളിലെത്താം. പിന്നെ റോദർഹാമിലേക്കാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂറാണ് വാക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലോങ് വാക്സ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ, ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം ഒന്ന് വാക്ക് ചെയ്തു, നടന്നു നോക്കി. പക്ഷേ അധിക ദൂരമൊന്നും പോയില്ല. ജസ്റ്റ് എന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടന്നു നോക്കിയപ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആൻഡ് വെതർ, പ്രത്യേകിച്ച് ഇന്ന് ദിവസം പോയപ്പോൾ വെതർ ഇറ്റ് വാസ് സോ ലവ്ലി ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങളും ആ കാഴ്ചകളൊന്ന് കാണൂ.
ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിക്ടോറിയ കീസും കനാലും അതിനു ചുറ്റുമുള്ള കാഴ്ചകളുമെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.